പത്തനാപുരം പിടവൂർ പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോലീസ് ജീപ്പ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പ്രതിയെ പോലീസും ജയിൽ അധികൃതരും മർദ്ദിച്ചതായി ആരോപിച്ച് കുടുംബം രംഗത്ത്. മർദ്ദനത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്ന് കുടുംബം. അറസ്റ്റിലായ പ്രതി പിടവൂർ സത്യൻമുക്ക് മാമ്പിളയിൽ സജീവന്റെ ഭാര്യ സിന്ധുവും ബന്ധുക്കളുമാണ് പോലീസിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ദിവസത്തെ പരിപാടികൾ നടക്കുമായിരുന്നു. എൻ്റെ ആദ്യത്തെ ദിവസം പിന്നെ ഈ സജീവ് എന്നെൻ്റെ ഭർത്താവ് ജീപ്പിൽ പട്ടിയായി ചെന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ വിളിച്ചു പറഞ്ഞ് പോലീസ് വന്നതായിട്ടാണ് ഞങ്ങൾക്ക് അറിവിട്ടിരിക്കുന്നത്. അങ്ങനെ പോലീസ് വന്ന് പിന്നെ വണ്ടി എവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന് പറയും. പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഞാൻ മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകാനാണ് തിരിച്ച് മറുപടി പറഞ്ഞതിൻ്റെ പ്രകോപനത്തിൽ പോലീസ് അടിക്കുമായിരുന്നു. പോലീസ് പുറവിൽ നിന്ന് ഷർട്ടിന് പിടിച്ച് വീഴാൻ ഭാവിച്ച ആളെ മുട്ടിനടിച്ചപ്പോൾ ആൾ വീണുപോയി. വീണെടുത്തിട്ട് ക്രമാതീതമായി ഉപദ്രവിച്ച് കഴിഞ്ഞ് മുട്ടിന് അടി കെട്ടി വേദന സഹിക്കാൻ വയ്യാതെ എൻ്റെ മുട്ട് പൊട്ടിയെന്ന് വിളിച്ച് പറഞ്ഞപ്പം പോലീസ് അടി നിർത്തി പോകുമായിരുന്നു. അതിനുശേഷം അവിടെ അമ്പലത്തിൽ നിന്നിരുന്ന കുട്ടികൾ ആരാണ്ട് വന്ന് എഴുന്നേപ്പിച്ച് അവിടെ നിന്ന് ഇച്ചിരി നേരം കഴിഞ്ഞപ്പം ഈ ക്ഷേത്ര ഭാരവാഹിയുടേതാണെന്ന് പറയുന്ന വണ്ടി പിന്നെ അവിടെ കിടന്നൊരു വിറക് കമ്പ് കൊണ്ടുവന്ന് അതിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ജീപ്പ് എടുത്തുകൊണ്ട് പോരാൻ ശ്രമിച്ചപ്പം വീണ്ടും പോലീസ് വന്ന് വണ്ടിയിൽ സൈഡ് കൊടുക്കാതെ ജീപ്പിന് സൈഡ് കൊടുക്കാതെ അവർ പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ പിന്നെ നിർത്തിയിട്ട് ഇവർ ഇറങ്ങി നടന്നു പോകാൻ പറഞ്ഞപ്പം പിന്നെ അത് ഇനിയും പോലീസ് ഉപദ്രവിക്കുന്നുള്ള വെപ്രാളത്തിൽ ജീപ്പ് പുറകോട്ടെടുത്ത് മുന്നോട്ട് വിട്ടം പോലീസ് ജീപ്പിൽ തട്ടിയപ്പം പോലീസുകാർ ജീപ്പ് കൊണ്ടുവന്ന് കുറുക്ക് വെച്ചപ്പം ജീപ്പ് പിന്നെ സൈഡ് കൊടുക്കാൻ പറഞ്ഞ് ജീപ്പ് തട്ടിയപ്പോഴത്തേക്ക് പോലീസുകാർ രണ്ടുപേരുണ്ടായിരുന്നു. 2 പോലീസുകാരെ കണ്ടുള്ളൂ. ഇത്ര പോലീസ് ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല. 2 പോലീസുകാർ വെളിയിലിറങ്ങി അവർ ലാത്തി കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസുകാർ വാഹനം വെച്ചോ ആളുടെ കൈ കൊണ്ടോ യാതൊരു ഉപദ്രവങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ക്ഷേത്രത്തിലുള്ള ആളുകളെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ പോലീസുകാരും ഉപദ്രവിച്ചിട്ടില്ല. വാഹനം പട്ടിയായിട്ട് വന്നു എന്നുള്ള സത്യമാണെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. ഇല്ല പട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പട്ടി വണ്ടി തൊടലിട്ട് പട്ടിയെ ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയെ കണ്ട് പോലീസ് മർദ്ദിച്ചു. പിന്നെ ആൾ ഇവിടുന്ന് പോകുമായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ചാനലിൽ കാണുന്നതാണ് പുള്ളിയെ പിന്നെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തു നിന്ന് പിടിച്ചെന്നും ഒരുപാട് പട്ടികളുടെ നടുവിലായിരുന്നെന്നും പിന്നെ ഞങ്ങൾ ചാനലിൽ ഇങ്ങനെ ആളിനെ പോലീസുകാർ കൊണ്ടുവരുന്ന കാണിക്കുന്ന മുടിയില്ല പിന്നെ മീശയും ദീക്ഷയെല്ലാം അവർ തന്നെ ഡ്രമ്മർ ഉപയോഗിച്ചെടുത്ത് അവശനാക്കി കൊണ്ടുവന്ന് ഉടുത്തിരിക്കുന്ന മുണ്ട് നേരെ ഉടുക്കാൻ അനുവദിക്കാതെ അവർ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഉടുപ്പിച്ച് പിന്നെ ഞങ്ങളെ കുടുംബത്തിനെ അവഹേളിക്കത്തക്ക രീതിയിലാണ് പോലീസ് കൊണ്ടുവരുന്ന കാഴ്ച ചാനലിനകത്ത് കാണിച്ചിരുന്നത്. അത് ആ മുണ്ട് നേരെ ഉടുക്കാൻ പോലും പോലീസ് അനുവദിച്ചില്ല. അതുപോലെ പോലീസ് ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. ജനുവരി 19 പിടവൂർ പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് സജീവ് പോലീസ് ജീപ്പിന് നേരെ ആക്രമണം നടത്തിയത്. എന്നാൽ സംഭവ സമയത്തിനു മുമ്പ് ക്ഷേത്രത്തിലെത്തിയ പോലീസ് സജീവിനെ മർദ്ദിച്ചതായി ഭാര്യ പറയുന്നു. ഇതേസമയം ക്ഷേത്രം കാമ്പൗണ്ടിൽ സജീവ് വളർത്തുനായുമായി എത്തിയെന്ന പരാതിയിലാണ് തങ്ങൾ അവിടെ എത്തിയെന്നാണ് പോലീസ് പറയുന്നത്. സജീവിനെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തതു മുതൽ കടുത്ത ശാരീരിക പീഡനമാണ് ഏൽക്കേണ്ടി വന്നതെന്നും സജീവന്റെ ഭാര്യ സിന്ധു ആരോപിക്കുന്നു. തെങ്കാശിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ സജീവിന് താടിയും മുടിയും ഉണ്ടായിരുന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞതായും സിന്ധു അവകാശപ്പെട്ടു. എന്നാൽ പോലീസ് പ്രചരിപ്പിച്ചത് താടിയും മുടിയും വടിച്ച സജീവന്റെ ചിത്രമാണ്. സജീവന് ജയിലിലും മർദ്ദനമേൽക്കേണ്ടി വന്നതായി ഇവർ ആരോപിക്കുന്നു. സൂപ്രണ്ടിന്റെ മുറിയിൽ കൊണ്ടുപോയാണ് മർദ്ദിച്ചതെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. കാല് പിടിച്ചു വെച്ച് ഓയിൽമെന്റ് ദേഹത്ത് തേക്കന്നെ ചോദിച്ചതിനെ തുടർന്നാണ് സൂപ്രണ്ടൻ റൂമിൽ കൊണ്ടുവന്ന് തല്ലുന്നത്. ആളെ ഇരുത്തിക്കൊണ്ട് നീ എണ്ണിക്കോളാൻ പറഞ്ഞ് 12 അടിയാണ് അടിച്ചേക്കുന്നത്. കാല് നീരായിട്ട് തന്നെ ഇരിക്കും. ഞങ്ങൾ നോക്കുമ്പോൾ കാല് അപ്പൊ എക്സ്റേ എടുത്ത് നോക്കിയപ്പോ 2 കാലിന്റെ വിരലുകൾക്ക് പൊട്ടല. ഇത് ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല. പരാതി ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ളത് ഞങ്ങൾക്കും അറിയത്തില്ല. ഇനി ഞങ്ങൾ ഈ ചാനലുകളിൽ ഇങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ പരാതിയായിട്ട് മുന്നോട്ട് ആദ്യം അടിച്ച 2 പോലീസുകാരുണ്ട്. അമ്പലത്തിൽ വെച്ച് അടിച്ച 2 പോലീസുകാരുണ്ട്. അത് കാരണം കൂടാതെ ഉപദ്രവിച്ച. പിന്നെ സൂപ്രണ്ടിന്റെ മുറിയിൽ കൊണ്ടുപോയാണ് മർദ്ദിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്.
ഇതിനെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു.